ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാനപ്രസ്ഥൻ ഋഷിലോകം ഗമിച്ചിടും, താനേ പഴുത്തവ താനേ മുളച്ചവ ഭക്ഷിക്കയല്ലാതെ കാർഷപക്വങ്ങളും ഭക്ഷിക്കരുതഗ്നിപക്വങ്ങളുമൊന്നും. വന്യങ്ങളാലേ ചരുപുരോടാശവും വൻഹിയിൽ ഹോമിക്ക വേണം വിധി പോലെ. നന്നല്ലിരുന്നു പഴയവയൊന്നുമേ അന്നാദിയുന്നയിക്കേണം നവം നവം. അഗ്നിപ്രയോജനത്തിനു ഗുഹകളും വിഘ്നമെന്നേ പർണശാലയുമാക്കിലാം. നീഹാരവാദവർഷാതപങ്ങൾ സഹിച്ചാകുലഹീനമിരുന്നീടുക വേണം. ഇന്ദ്രിയ നിഗ്രഹം വേണം ജടപൂണ്ടു സംന്യസ്തനായി നഖരോമമറുക്കൊല. ദണ്ഡും കമണ്ഡലുമെന്നിവ കൈക്കൊണ്ടു ദണ്ഡമെന്നേ ഏകവത്സരം നാലുമാം. അഷ്ടമം 12 വത്സരമെങ്കിലും പുഷ്ടമോദത്തോടനാമയമായിക്കൊണ്ടു വിഘ്നമെന്നേ അഗ്നിയാത്മാവിലർപ്പിച്ചു. ഇന്ദ്രിയജാലമിവറ്റിനധിഷ്ഠാനം നിന്നിരിക്കുന്ന ദൈവത്തിങ്കലർപ്പിച്ചു. ദൈവിക ഭൂതജാലത്തെ ക്ഷേത്രജ്ഞനാം കേവലാത്മാവിൽ സമർപ്പിച്ചു. നിശ്ചലജ്ഞാനയോഗാഗ്നിയിൽ ദേഹം ദഹിപ്പിച്ചു ധ്യാനിച്ചു. കൗപീനദണ്ഡാദിയൊക്കെയും ത്യക്ത്വാ മഹീതലേ ഗ്രാമാദിദിക്കിലുമൊക്കെ നടക്കയും വേണം ഭയം വിനാ. ദുസ്തർക്കഹീനനായി വായുബുഭുക്ഷനായി സത്സംഗിയായി ആത്മപക്ഷാശ്രിതനായി പുസ്തകാഭ്യാസശയന വ്യാഖ്യാനവുമിത്തം സമസ്തമാരംഭമതും വിട്ടു. ശാന്തനായി വ്യക്തമവ്യക്തസ്വരൂപനായി ശാന്തജളവധിരാന്ധമൂകൈ സമം. ബുദ്ധിമാനായി നടക്കയും വേണമേ സിദ്ധമിതിനൊരുദാഹരണം കേൾക്ക. പണ്ടു പ്രഹ്ലാദനും ഭൃത്യരോടൊന്നിച്ചു തെണ്ടി നടന്നുപോയി സഹ്യാജലസീംനി. മുഖ്യയാം കാവേരീ തീരെ നടക്കുമ്പോൾ മുഖ്യനായിടും അജഗര മാമുനി. തന്നെയും കണ്ടു നിനച്ചു ദൈത്യാധിപൻ, ഇന്നിവനേറ്റം പ്രസന്നൻ തപോനിധി. ദീർഘകായൻ മഹാദീപ്തിമാനാനനൻ, ദീർഘബാഹു മഹാധന്യൻ നിരാഹാരി. വർണ്ണാശ്രമം കൊണ്ടറിഞ്ഞു കൂട്ടാതവൻ, വർണ്ണാശ്രമത്തെ ത്യജിപ്പവൻ നിർണയം. ഏവം നിനച്ചു മഹാവിഷ്ണു ഭക്തനാം ദേവാരിവംശജൻ. പ്രഹ്ലാദനും ഭക്ത്യാ വന്ദിച്ചു പൂജിച്ചു ചോദിച്ചു മാമുനി തന്നോടു മാധുര്യവാചാ വഴി പോലെ. ധന്യനായോവേ, ധനം ധാന്യമാദിയാൽ മന്നിടം തന്നിൽ സുഖിക്കുന്നു സർവരും. ധാന്യവും വിത്തവും ഒന്നുമില്ലാതെയും ധന്യനിധികളെപ്പോലെ മഹാസുഖി. നിന്നുട ദേഹസുഖഗുണമോർക്കുമ്പോൾ മന്നിലുള്ളോർക്കു സുഖഹേതുവും ഭവാൻ. നന്നായി വിചാരിച്ചു നോക്കുന്ന നേരത്തു വന്ദ്യനാം നീ യഭോക്താവു നിരാധാരൻ. ഇങ്ങനെയുള്ള ഭവാൻ സുഖിച്ചിടുന്നതങ്ങനെ ഭോഗങ്ങൾ കൊണ്ടെന്നു ചൊല്ലുക എന്നു ചോദിച്ചതു കേട്ട മഹാമുനി വന്ന സന്തോഷാമൃതത്തെ പൊഴിച്ചുടൻ നന്ദിച്ചു ചൊല്ലിനാൻ. കേൾക്ക വിഷ്ണുപ്രിയ, മാനുഷർക്കിച്ഛ സംസാര വിമോചനം ജ്ഞാനവും ഭക്തിയും കൊണ്ടുവരുന്നിതേ. സാക്ഷാൽ ഭഗവാൻ പരാപരനവ്യയൻ മോക്ഷദൻ
ജ്ഞാനികൾ തൻ്റെ ഹൃദയത്തിൽ നിന്നു ശോഭിച്ചിടും സൂര്യനെ പോലവേ. നിന്നൊരജ്ഞാനാന്ധകാരം കളയുന്നോൻ മുന്നമേ ഞാൻ കേട്ട പോലെ ദൈത്യാധിപ നിന്നോടു ചൊല്ലുവൻ പാത്രമല്ലോ ഭവാൻ. ജന്മഭോഗേച്ഛയാലോരോ തരങ്ങളിൽ ജന്മമെടുത്തു ഭോഗങ്ങൾ ഭുജിച്ചിട്ടും തൃപ്തി വരാതെ അനേക ജന്മം മമ പ്രാപ്തമായിപ്പോയി മഹാവിഷ്ണുമായയാ. പ്രാപ്തമായിപ്പോളിഹ മനുഷ്യജന്മവും. മർത്യജന്മത്തിൻ്റെ താഴെയുള്ളോർക്കിഹ ചിത്തേ സുരലോക ജന്മമായി തോന്നുമേ. ഐഹിക പാരത്രികത്തിനു ഹേതുവാം ദേഹമിതു നരജന്മമറികടോ. സർവകർമ്മങ്ങളും ആത്മസുഖത്തിനായി നിർവഹിക്കുന്നു സകല ജന്മങ്ങളും. നിർമ്മല കർമ്മങ്ങൾ മറ്റു കർമ്മങ്ങളും ജന്മികൾ ചെയ്തു പോരുന്നു നിവൃത്യർത്ഥം. ആയതുകൊണ്ടു ഞാൻ കർമ്മനിവൃത്തനായി ചേതനാത്മാസുഖം പൂണ്ടിരിക്കുന്നു തേ. കർമ്മനിവൃത്തിയാകുന്നിതാത്മാസുഖം. കർമ്മസുഖങ്ങൾ മനോഭ്രമം സ്വപ്നവൽ സ്വപ്നതുല്യങ്ങളാം കാമസുഖേച്ഛയാൽ മഗ്നനായി പോമറിയാതെയാത്മസുഖം. ഏറ്റം ക്ഷണികം വിഷയകർമ്മസുഖമറ്റുറവോടതു സത്തായി സുഖിപ്പതു നിത്യമല്ലാതെ സുഖസിദ്ധി കൈവരാ. മിഥ്യയാകും മൃഗതൃഷ്ണ ജലമെന്നു നിശ്ചയിച്ചായതു ചെന്നു കുടിപ്പതിനിച്ഛിച്ചു വാഴും മൃഗങ്ങൾ പോലെ ഭ്രമം ദൈവവശാൽ വന്നു ദേഹമിതുകൊണ്ടു നിർവിഷയാത്മസുഖം ഭുജിച്ചിടുവാൻ നിർവഹിക്കുന്നു സമസ്ത ജനങ്ങളും. ആത്മിക ദൈവിക ഭൗതിക താപത്തിൽ ആത്മഭാവപ്പെട്ടിരിക്കുന്ന മർത്യൻ്റെ അർത്ഥപുത്രാദി സമസ്തങ്ങളെ കൊണ്ടും അർത്ഥമെന്തൊന്നെന്നു ചിന്തിച്ചിരിപ്പു ഞാൻ. ഇന്ദ്രിയ നിഗ്രഹമന്യുരാഗാദിയാൽ ചന്നലോഭം നിദ്ര പോലും ഭജിക്കാതെ സർവദാ സന്ദേഹവും അവിശ്വാസവും സർവദാ ദുഃഖമേയുള്ളു ധനികൾക്കു. രാജചോരാഗ്നി സ്വജന പശു പക്ഷി യാചകകാല ഭേദാദികൾ തന്നാലും പ്രാണനേക്കാളും പ്രിയമർത്ഥമായതുമൂലം അനേകമനർത്ഥം നരന്മാർക്കും. ആകയാൽ പ്രാണാർത്ഥമെല്ലാം ഉപേക്ഷിച്ചു ബോധികളായ വിദ്വാൻമാർ വസിക്കുന്നു. വണ്ടുപെരും പാമ്പു രണ്ടുപേർ തന്നെയും കണ്ടവർ വൃത്തിയും ജ്ഞാനികൾ വൃത്തിയും. ചിത്തെ വിചാരിച്ചെനിക്കു വൈരാഗ്യവുമിത്തരം വന്നതിവർ മമ സദ്ഗുരു. പുഷ്പത്തിലുള്ള മധുപനെടുത്തുൾപ്രേമമോടന്യ പുഷ്പത്തിൽ വച്ചിട്ടു ഒക്കെയും കൂട്ടി ഭുജിക്കാമതെന്നോർത്തു വെക്കമേ. മറ്റന്യ പുഷ്പമേ ഗമിച്ചിടും അപ്പോഴു തന്യ മധുപൻ വിരവോടു ഉൾപ്രേമമോടുണ്ടു പോകും മധുവിനെ. ഇത്തരം പോലെ മനുഷ്യരെല്ലാവരും വിത്താദികൾ പ്രയാസപ്പെട്ടു നേടിവച്ചന്യജനം പറിച്ചിടും പല വഴി. പിന്നെയും ദുഃഖിക്ക തന്നെ ഫലം നൃണാം എന്നതുപോലെ പ്രവൃത്തിയാത്മസുഖം വന്നിടുവാൻ പല യത്നങ്ങൾ ചെയ്യുന്നു. അജ്ഞാനമൂലം സുഖമറിയായ്കയാൽ വിജ്ഞാനമെന്നേ പ്രയത്നപ്പെടുന്നിതു. ആയതുകൊണ്ടു ഭോഗാർത്ഥ പ്രയത്നങ്ങൾ ചെയ്തു പോരും നിവൃത്തിയാത്മസുഖം. പ്രവൃത്തിയാൽ രക്ഷിക്ക വേണ്ടതില്ലെത്തുവാനുള്ളതെത്തും പോകയില്ലവ. ഭീമമാകും പെരുമ്പാമ്പു കിടക്കുന്നിതാമോദമോടു ഭോഗങ്ങൾ ഭുജിക്കുന്നു. അല്പമായും ബഹുവായും ദിവാനിശമെപ്പോഴെന്നാലും അവമാനമാനേന ഏതു പ്രകാരത്തിലെങ്കിലതൊക്കെയും ഉൾപ്രേമമോടു സുഖിച്ചു വസിക്കുന്നു. പട്ടു മരവുരി തൗലോടു വസ്ത്രങ്ങൾ ഇഷ്ടമേതെങ്കിലും കിട്ടിയാൽ സൗഖ്യമാം. പ്രാസാദമെത്തമേലൊട്ടു നിലത്തുമാം വാസാദി ഭസ്മത്തിലാകാം കുശയിലും. സ്നാനവിഭൂഷണാലങ്കാരമായിക്കൊണ്ടു മാനമോടെ രഥയാനമോരോന്നിലും ഒത്തു നടന്നും ഈ വണ്ണം ഓരോ തരം
പുഷ്ടമോദം നമസ്കാരം തിരസ്കാരം നിന്ദാസ്തുതികളിവയൊന്നുമില്ലാതെ എന്നേരവും പരമാത്മാവിലൈക്യത്തെ ഇച്ഛിച്ചു പോരുന്ന ഭേദമുദിക്കുമ്പോൾ ഇച്ഛാദി സർവവും മാനസേ അർപ്പിച്ചു ഈശൻ വിരാട്ടിങ്കൽ ഹോമിപ്പതു മനം വൈകാരികനാം വിരാട്ടിനെ മായയിൽ വൈകാരമായയെ ആത്മാനുഭൂതിയിൽ ഹോമിച്ചു കായാദ്യലങ്കാരമൊക്കവേ ഹോമിച്ചു നിർഗുണാത്മാവിൽ സമസ്തവും നിർഗുണാതീതമായുള്ള സുഖത്തോടു നിർഗമിക്കുന്നു സുഖാത്മാവതായി ഞാൻ. എത്രയും ഗൂഢം മമ സുഖമാമിതു മുക്തമായി ഭവാൻ തന്നോടിതൊക്കെയും ഭക്തപ്രവരരിൽ മുമ്പനല്ലോ ഭവാൻ മുക്തിസുഖത്തിൽ പരമില്ല മറ്റൊന്നും. ഇത്തരം മാമുനി ചൊന്നതു കേൾക്കയാൽ ഭക്തനാം പ്രഹ്ലാദനാനന്ദചിത്തനായി വന്ദിച്ചു പൂജിച്ചു മാമുനി തന്നെയും നന്നായി തൊഴുതമാത്യന്മാരുമായി വന്നു തന്നുട മന്ദിരം ബുക്കു വസിച്ചിതു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.